ഇനി നാളെ എന്റെ ജീൻസും ഷർട്ടും ഇടാനാണ് നന്ദിനിക്ക് താല്പര്യമെങ്കിൽ നന്ദിനിയോട് അതിടാൻ ഞാൻ പറയും. അതെ, ബുദ്ധിമുട്ടുള്ളവരെ അങ്ങോട്ട് നോക്കണ്ട, അത്രേ ഉള്ളൂ. അല്ല, അച്ഛൻ്റെ അഭിപ്രായം എന്താ? എടാടാ, നീ അച്ഛനൊന്നും കൂട്ടുപിടിക്കണ്ട. ദേ ഇവള് ഈ വേലക്കാരി ഈ വീടിനകത്ത് ഇത്തരം ഡ്രസ്സ് ധരിച്ച് നടക്കാൻ പറ്റില്ല. നീ എന്തിനാ സൂര്യ മമ്മി ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കുന്നെ? ഇവളെപ്പോഴാ ഇത്രയും പരിഷ്കാരിയായത്? ഇവളുടെ അച്ഛൻ ആരാണെന്നും ഇവളുടെ കുടുംബം എന്താണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ചുള്ള വേഷം ധരിച്ചാ മതി. ഓ, അങ്ങനെ ഓരോ കുടുംബത്തിനനുസരിച്ചുള്ള വേഷങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? അയ്യോ, എനിക്കതൊന്നും അറിയണല്ലോ, അറിയാഞ്ഞിട്ട് ചോദിക്കുക. പെണ്ണിന്റെ വേഷം ധരിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ആണുങ്ങളുടെ കോലവും കെട്ടി ഇതിനകത്തൊന്നും നടക്കാൻ പറ്റില്ല. ഒരു വേഷവും ആർക്കായിട്ട് നിശ്ചയിച്ചിട്ടില്ല. ആണിന് പെണ്ണിന്റെ വേഷം കെട്ടാം, പെണ്ണിന് ആണിന്റെ വേഷവും കെട്ടാം. എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങുന്നതല്ലേ? അതെ, കണ്ണ് തുറന്ന് ചുറ്റും ഒന്ന് നോക്കിക്കൂടെ? അപ്പൊ കാണാലോ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുറത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന്. മാറ്റങ്ങൾ ഒരുപാട് പുറത്ത് സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നീ മാറും. ഇവള് നിന്റെ ഡ്രസ് ഇട്ട് ഇങ്ങനെ നടക്കുന്നു. ഇവളുടെ ഡ്രസ് ഇട്ട് നിനക്ക് ഇതിനകത്ത് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? എന്താ മറുപടി ഇല്ലേ? അല്ല, ആർക്കും എന്തും പറ്റുമെങ്കിൽ ഇവളുടെ സാരിയും ജാക്കറ്റും ഒക്കെ ഇട്ട് നീ അങ്ങോട്ട് പുറത്തിറങ്ങ്. പറ്റുമോ നിന്നെ കൊണ്ട്? അതെ, വെല്ലുവിളിയാണോ? ആ, അതെ, വെല്ലുവിളി തന്നെയാ.